concerns seriously, then controls will still be in. സ്ത്രീക്കും വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര Sir, with your kind permission, I rise to report that the Lok Sabha at its sitting held on 20th December 2021 passed the Election Laws Amendment Bill 2021. I lay a copy of the said bill on the table. Thank you. The next speaker is Nadimul Haq. Nadimul Haq. Sir, thank you for allowing me to speak on this narcotic drug and psychotropic substances bill. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാവാണ് സുരേഷ് ഗോപി. തൃശ്ശൂരിൽ ജയിച്ചു കയറിയപ്പോഴും അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത്. ജാതിയും മതവും നോക്കാതെ ജനങ്ങൾക്ക് വേണ്ടി എന്നും അദ്ദേഹം ഉണ്ടായിരിക്കും. ഹിന്ദുവായ സുരേഷ് ഗോപി ഭരണത്തിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് മുന്നോട്ട് വരുമ്പോൾ ഹിന്ദുക്കൾക്ക് മാത്രമായിരിക്കും ഗുണം എന്നായിരുന്നു ഒരു വിഭാഗം പറഞ്ഞത്. എന്നാൽ അതെല്ലാം മാറ്റിയെടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപി. അനന്തരാവകാശ സ്വത്തിൽ മുസ്ലിം പുരുഷന് തുല്യമായ അവകാശം സ്ത്രീക്കും വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജുവുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് സാമൂഹിക പ്രവർത്തകയും നിസാഫ് സ്ഥാപകയുമായ BP സുഹ്റ. BJP MP സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. മുസ്ലിം അനന്തരാവകാശ നിയമത്തിൽ നീതിയും സുതാര്യതയും വരുത്തുന്നതിനായുള്ള കരട് ബിൽ സുഹ്റ ചർച്ചയിൽ അവതരിപ്പിച്ചതായും സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട്. മുസ്ലിം പിന്തുടർച്ച അവകാശത്തിൽ സ്ത്രീക്കും തുല്യ അവകാശം വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം BP സുഹ്റ ഡൽഹി ജന്തർ മന്ദറിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിയിരുന്നു. പോലീസ് എത്തി സമരം തടഞ്ഞതിനെ തുടർന്ന് സമരം അവസാനിപ്പിക്കുകയായിരുന്നു. കേരളത്തിലേക്ക് മടങ്ങുന്നതിന് മുൻപ് ഡൽഹിയിലെ പ്രധാന നേതാക്കളുമായി വിഷയവുമായി ചർച്ച നടത്തുമെന്നും അറിയിച്ചിരുന്നു. മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയാണ് സുരേഷ് ഗോപി. നമുക്കറിയാം, തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് ഒരു ഭൂരിഭാഗം ക്രിസ്ത്യൻ വോട്ടുകൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി മുന്നോട്ടിറങ്ങുകയാണ് സുരേഷ് ഗോപി. മുസ്ലിം സ്ത്രീകൾക്ക് സ്വത്തിൽ തുല്യ അവകാശം ആവശ്യപ്പെട്ടുള്ള സാമൂഹ്യ പ്രവർത്തക BP സുഹ്റയുടെ അനിശ്ചിതകാല നിരാഹാര സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. സമരപരിധി കഴിഞ്ഞതിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്ത സുഹ്റയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തൽക്കാലം സമരം അവസാനിപ്പിച്ചത്. സുഹ്റയുടെ ആവശ്യങ്ങളിൽ കേന്ദ്രമന്ത്രിമാരുമായി സംസാരിച്ച് തുടർ സാധ്യതകൾ തേടുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. മാതാപിതാക്കളുടെ സ്വത്തിൽ മുസ്ലിം പുരുഷന് തുല്യമായ അവകാശം സ്ത്രീക്കും അനുവദിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ BP സുഹ്റ ഡൽഹിയിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. രാവിലെ 10 മണിക്ക് ജന്തർ മന്ദറിൽ ആരംഭിച്ച ഒറ്റയാൾ സമരത്തിന് ഉച്ചയ്ക്ക് 1 മണി വരെയാണ് പോലീസ് അനുമതി നൽകിയത്. 1 മണിയോടെ പോലീസ് സമരം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്മാറില്ലെന്ന് സുഹ്റ വ്യക്തമാക്കി. 3:30 പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് എത്തി BP കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സുഹ്റയുമായി ഫോണിൽ സംസാരിച്ചു. സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചതായി കസ്റ്റഡിയിൽ നിന്നും പുറത്തുവന്ന സുഹ്റ അറിയിക്കുകയായിരുന്നു. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ അടക്കമുള്ളവരുമായി സംസാരിച്ച് സുഹ്റയുടെ ആവശ്യങ്ങളിൽ തുടർ സാധ്യത തേടുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. 3 ദിവസം കൂടി ഡൽഹിയിൽ തുടരുമെന്നും പ്രിയങ്ക ഗാന്ധിയെ കണ്ട് നിവേദനം നൽകുമെന്നും സുഹ്റ വ്യക്തമാക്കിയിരുന്നു. CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ, CPIM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരറ്റ് എന്നിവർ സുഹ്റയ്ക്ക് പിന്തുണ അറിയിച്ചിരുന്നു. മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി രംഗത്തിറങ്ങിയതോടെ ഇനി ഒരു പക്ഷം മുസ്ലിം സ്ത്രീകളും ഇനി സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിക്കാം. തൃശ്ശൂരിൽ നിന്നും വിജയിച്ചതോടെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഒട്ടനവധി വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ച് നീട്ടിയത്. മതവും ജാതിയും നോക്കാതെയാണ് സുരേഷ് ഗോപിയുടെ ഓരോ പ്രവർത്തനങ്ങളും. ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ നോക്കാതെ ഓരോ കാര്യങ്ങളിലും ഇടപെടുന്ന സുരേഷ് ഗോപിയുടെ രീതിയാണ് അദ്ദേഹത്തെ മനുഷ്യ മനസ്സുകളിൽ ഇടം നേടിക്കൊടുത്തത്. ഒരു നടൻ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരി ഒരു സഹജീവി, ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. മനുഷ്യത്വം എന്ന് പറയുന്നത് എന്താണ് എന്ന് സുരേഷ് ഗോപിയെ കണ്ടുപിടിക്കണമെന്ന് പല താരങ്ങളും പറഞ്ഞിട്ടുമുണ്ട്. തൃശ്ശൂരിൽ വടക്കുന്നാഥനെ എന്ന പോലെയാണ് അദ്ദേഹം ലൂർദ് മാതാവിനെയും കാണുന്നത്. അതുപോലെ തന്നെയാണ് ഏത് മതത്തെയും ഏത് ജാതിയെയും ഏത് മനുഷ്യനെയും അംഗീകരിക്കണമെന്നും അവർ